Here it's going to explain about Nyquist plot and minus 1 by kn locus. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ഇത്രയും വീഡിയോസിൽ പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ പറയാൻ പോകുന്നത്. റിവ്യൂ ഓഫ് Nyquist plot and minus 1 by kn locus. ഫസ്റ്റ് വൺ Nyquist plot. LCSC പഠിച്ചിട്ടുണ്ട്. Nyquist plot എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ച് ആണ്. Nyquist plot can be drawn in normal graph sheet or polar graph sheet, and it's normally drawn from g of j omega locus starts from omega is equal to 0 and ends at omega is equal to infinity. അതായത് g of j omega locus സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമേഗ ഈക്വൽ ടു 0യിലും എൻഡ് ചെയ്യുന്നത് ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുമാണ്. അതായത് g of j omega ഒമേഗയ്ക്ക് 0 തൊട്ട് ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുത്തിട്ട് അതിനെ വേരി ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, Nyquist പ്ലോട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കറിയാം ഒരു ആക്സിസിൽ ഇതെന്ന് പറയുന്നത് 0 ഡിഗ്രി, ദിസ് വൺ മൈനസ് 90 ഡിഗ്രി, ഇതെന്ന് പറയുന്നത് മൈനസ് 180 ഡിഗ്രി, and this one is minus 270 degree. Next, consider a system g of s equals 12 by s into s plus 1 into s plus 2. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 ഓർഡർ 3 ആണ്. അതായത് ഇവിടെ എസിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ ഈസ് 1. ദാറ്റ് ഈസ് ടൈപ്പ് ഈസ് 1 ആൻഡ് ദ ഓർഡർ ഈസ് 3. ദാറ്റ് ഈസ് degree of the denominator polynomial എത്രയാണ്, 3. that is number of poles, total number of poles of the system is 3. that is order 3. that is the system of type 1 and order 3. so g of s equal to 12 by s into s plus 1 into s plus 2. next, g of j omega. in the case of g of j omega, substitute s is equal to g of j omega, that is 12 by j omega into 1 plus j omega into 2 plus j omega. ഇനി എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഓർഡർ ടേമിന് ഏത് ഫോമിൽ എഴുതാവുള്ളൂ, 1 പ്ലസ് എസ് ടി എന്നുള്ള ഫോമിൽ എഴുതാവുള്ളൂ. ഈ ടേം ഇവിടെ എന്താണ്, 1 പ്ലസ് എസ് ടി ആണ്. ഇതിനെ എന്ത് ചെയ്യണം, 1 പ്ലസ് എസ് ടി എന്നാക്കാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, 2 കോമൺ എടുത്തു. ആ ഫോമിൽ എഴുതിയിരിക്കുക. 2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 6 വരും. 6 ബൈ ജെ ഒമേഗ ഇൻറ്റു 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു 1 പ്ലസ് 0.5 ജെ ഒമേഗ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആംഗിളും എഴുതുക. magnitude of g of j omega equals 6 by omega into root of 1 plus omega square into root of 1 plus 0.25 omega square. angle of g of j omega എന്ന് പറഞ്ഞാലോ 1 by j omegയുടെ എന്തൊരു മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗയും ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ. അപ്പം നമുക്ക് Nyquist പ്ലോട്ട് വരയ്ക്കാൻ എന്തറിഞ്ഞാൽ മതി, അത് ഒമേഗ ഈക്വൽ ടു 0 മുതൽ ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ പോകുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് കംപ്ലീറ്റ് എന്തിൻ്റെ ആവശ്യമില്ല, വാല്യൂസിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എവിടെയാണ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നതെന്നും അറിയണം. സോ ഫസ്റ്റ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു 0. ഒമേഗ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജി ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഒമേഗയ്ക്ക് 6 ബൈ 0 എന്ന് 1 ബൈ 0 വന്നപ്പോൾ ഇവിടെ എന്ത് വരും, ഇൻഫിനിറ്റി. സോ മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ആംഗിൾ ഓഫ് ജെ ഓഫ് ജെ ഒമേഗയോ മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് 90. ദാറ്റ് ഈസ് അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 0. മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഇൻഫിനിറ്റി എന്നും ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ത് കിട്ടും, മൈനസ് 90 എന്നും കിട്ടി. നെക്സ്റ്റ്, when omega is equal to infinity, omega equal to infinity എങ്ങനെയാണ്, ഒമേഗയ്ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ എന്ത് വരും, 6 ബൈ ഇൻഫിനിറ്റി. ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ മോഡുലസ് ഓഫ് ജി ഓഫ് ജെ 1 ബൈ ഇൻഫിനിറ്റി 0. ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ മൈനസ് 90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 90 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് 90 മൈനസ് 90 മൈനസ് 90. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് 270. അപ്പം അതായത് ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, മാഗ്നിറ്റ്യൂഡും ആംഗിളൂടെ ചേർത്തണം. അതായത് ഇൻഫിനിറ്റി ആംഗിൾ മൈനസ് 90 വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0. വെൻ ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്താണ്, ജി ഓഫ് ജി ഒമേഗ ഈക്വൽ ടു 0 ആംഗിൾ മൈനസ് 270. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇൻഫിനിറ്റി ആംഗിൾ മൈനസ് 90യിലും എൻഡ് ചെയ്യുന്നത് 0 ആംഗിൾ മൈനസ് 270യിലുമാണ്. ഇനി നോക്കാം, നമ്മൾ എന്ത് ഗ്രാഫ് കൺസിഡർ ചെയ്തു. ഗ്രാഫ് നമുക്കറിയാം, ഇത് 0 ആണ്, ഇത് മൈനസ് 90, ഇത് മൈനസ് 180 ആൻഡ് ഇറ്റ്സ് മൈനസ് 270. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റി ആംഗിൾ മൈനസ് 90 ഡിഗ്രി ആക്സിസിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി എൻഡ് ചെയ്യുന്നതോ
-270 ഡിഗ്രിയുടെ എവിടെ എൻഡ് ചെയ്യും? 0-യിൽ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതും എൻഡ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഇവിടെ എൻഡ് ചെയ്യും അല്ലേ? -90-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഈ ആക്സിസിൽ, അതായത് -180 ഡിഗ്രി ആക്സിസിൽ ഇത് എന്ത് ചെയ്തു? ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ എന്ത് കിട്ടണം? ഫ്രീക്വൻസിയും കിട്ടണം, അവിടുത്തെ എന്ത് കിട്ടണം? മാഗ്നിറ്റ്യൂഡും കിട്ടണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ടൈപ്പ് 1 ഓർഡർ 3 ആണ്. ടൈപ്പ് 1 ഓർഡർ 3 സിസ്റ്റത്തിന് മാത്രം ഫ്രീക്വൻസിക്കും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏതാണെങ്കിൽ മാത്രമേ പറ്റൂ. ദ ക്വസ്റ്റ്യൻ ഈസ് ടൈപ്പ് 1 ആൻഡ് ഓർഡർ 3. സോ ഒമേഗ ഈക്വൽ ടു 1/√T1 T2 ഈക്വൽസ് 1 ഡിവൈഡഡ് ബൈ T1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആയിരുന്നു. നോക്കി, T1 എന്ന് പറഞ്ഞാൽ എത്ര? 1ഉം T2 1 + T1. അപ്പോൾ ഇവിടെ T1 1ഉം T2 0.5 ആണ്. അപ്പോൾ T1 is equal to 1 എന്നും T2 equal to 0.5. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √1 × 0.5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.414 ഒമേഗ കിട്ടി. ഇനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടുത്തെ -k × T1 T2 ഡിവൈഡഡ് ബൈ T1 + T2. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 + STയിലോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കെയുടെ വാല്യൂ എടുക്കാവുള്ളൂ. അത് ജനറൽ ഫോമിലോട്ട് മാറ്റിയതിന് ശേഷം. അപ്പോൾ ഇവിടുത്തെ കെയുടെ വാല്യൂ എത്രയാണ്? 6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 × T1 1 × T2 0.5 ഡിവൈഡ് ബൈ T1 + T2 ദാറ്റ് ഈസ് 1 + 0.5 ദാറ്റ് ഈസ് -3 ഡിവൈഡഡ് ബൈ 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ only for type 1 order 3 system. Okay, next, if the given question is in type 1 and order 3, we can apply another method. വേറൊരു മെത്തേഡ് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ എയിം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എപ്പോഴും ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ -180 ഡിഗ്രിയിൽ ടച്ച് ചെയ്ത പോയിന്റിൽ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, നമുക്ക് ആംഗിളിൻ്റെ ഇക്വേഷൻ അറിയാം. -90 tan inverse ഒമേഗ tan inverse 0.5 ഒമേഗയാണ്. ഇനി അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് -180 ഡിഗ്രിയിലാണ്. സോ ആംഗിൾ ഓഫ് ജി ഓഫ് ജി ഒമേഗ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? -180. അപ്പോൾ എന്ത് കിട്ടും? -90 + 180 ഈക്വൽ ടു tan inverse ഒമേഗ tan inverse 0.5 ഒമേഗ. -90 + 180 എന്ന് പറഞ്ഞാൽ 90 tan inverse ഒമേഗ tan inverse 0.5 ഒമേഗ. രണ്ട് സൈഡിലും ടാൻ എടുക്കുക. therefore tan 90 is equal to tan of a plus b എന്നുള്ള ഫോം. tan of a plus b എന്ന് പറഞ്ഞാൽ tan a plus tan b divided by 1 - tan a tan b. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഈക്വൽസ് ഒമേഗ + 0.5 ഒമേഗ ഡിവൈഡ് ബൈ 1 - ഒമേഗ × 0.5 ഒമേഗ. ഇവിടെ ഇൻഫിനിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്താവണം? 0. അപ്പോൾ 0 ഡിനോമിനേറ്ററിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്തു? 0 ഇക്വേറ്റ് ചെയ്തു. therefore omega square is equal to omega equal to √2 that is equal to 1.414. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടിയത്? 1.414 എന്ന് തന്നെയാണ്. ഇനി അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 6/ഒമേഗ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു അറിയാൻ വയ്യാത്ത? ഒമേഗ ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ ആ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഒമേഗ എത്രയാണെന്ന് കിട്ടി? 1.414 ആണ് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒമേഗയ്ക്ക് പകരം 1.414 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 114 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൻസർ എന്ത് കിട്ടും? ജി ഓഫ് ജെ ഒമേഗ ഈക്വൽസ് 6/√2 ഇൻറ്റു ആൻസർ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ജി ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു -2 അല്ലേ? എന്തുകൊണ്ടത് -2 എന്ന് കിട്ടാനുള്ള കാരണം നോക്കിക്കേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 6/ഒമേഗ ഇൻറ്റു √1 + ഒമേഗ സ്ക്വയർ ഇൻറ്റു അല്ലേ? അപ്പം നമ്മളിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6/ഒമേഗ എന്ന് പറഞ്ഞാൽ √2 ഒമേഗ സ്ക്വയർ 2 ദാറ്റ് ഇസ് √1 + 2 ഇൻറ്റു 1 + മെത്തേക്ക് 2 കിട്ടി. ഇനി ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജി ഒമേഗ ആണ്. അപ്പോൾ ജി ഓഫ് ജി ഒമേഗ എത്രയാണ്? -2. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസിലാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? മൈനസ് വാല്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു? -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗ ആണ് 2. ജി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -2. ഇനി ടൈപ്പ് 1 ഓർഡർ 2 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം ചെയ്താൽ മതി? ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 1 ഡിവൈഡഡ് ബൈ √T1 T2. ജി ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാലോ -k × T1 T2 ഡിവൈഡഡ് ബൈ T1 + T2. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി. അത് വെച്ച് എന്ത് ചെയ്താൽ മതി? ടൈപ്പ് 1 ഓർഡർ 3 ആണെങ്കിൽ മാത്രം. അല്ലാതെ വേറെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു മെത്തേഡ് വെച്ച് ആംഗിളിൻ്റെ ഇക്വേഷനെ
എവിടാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എന്തിനകത്തോട്ട് ആംഗിളിലോട്ട് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് ഒമേഗ കിട്ടും. ആ ഒമേഗ മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗയിൽ ഇട്ട് കൊടുത്താൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗയുടെ വാല്യൂ കിട്ടും. ഇതാണ് നിക്വിസ്റ്റ് സ്പോട്ട്. നിക്വിസ്റ്റ് സ്പോട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു 0യിൽ സ്റ്റാർട്ട് ചെയ്യും, ഒമേഗ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ അത് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും കിട്ടണം. പിന്നെ ഏതെങ്കിലും ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആക്സിസിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒമേഗയുടെ വാല്യൂ ജി ഓഫ് ജി ഒമേഗയുടെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻ്റർസെക്റ്റ് ചെയ്തത് ഏത് ആംഗിളിലെ ലൈനിലാണോ അതിനോട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ എന്തിൻ്റെ വാല്യൂ കിട്ടും? ഒമേഗയുടെ വാല്യൂ കിട്ടും. ആ ഒമേഗയുടെ വാല്യൂ മോഡുലസ് ഓഫ് ജി ഓഫ് ജി ഒമേഗയിൽ ഇട്ട് കൊടുത്താൽ അവിടുത്തെ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കിട്ടും. നെഗറ്റീവ് ആക്സിസിലായതുകൊണ്ട് ജി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? -2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ എന്തിൻ്റെ കാര്യത്തിൽ? നിക്വിസ്റ്റ് പ്ലോട്ടിൽ ശ്രദ്ധിക്കുക. നിക്വിസ്റ്റ് പ്ലോട്ട് എല്ലാ പോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും മാത്രം എന്ത് ചെയ്താൽ മതി? ഇനി ഈ വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് -1/kn ലോക്കസ് ഓഫ് നോൺ ലീനിയാരിറ്റി. ഒരു റിവ്യൂ ആണ്. റിലേയുടെ -1/kn ലോക്കസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0യിൽ നിന്ന് എവിടെങ്ങോട്ടാണ്? -ഇൻഫിനിറ്റിയിലോട്ടാണ്. സാച്ചുറേഷൻ്റെ ആണെങ്കിൽ -1/k2 -ഇൻഫിനിറ്റി. അവിടുത്തെ k എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഡെഡ് സോൺ ആണെങ്കിൽ -ഇൻഫിനിറ്റി ടു -1/k. സാച്ചുറേഷൻ്റെ നേരെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. -ഇൻഫിനിറ്റി ടു -1/k. k എന്ന് പറയുന്ന അവിടുത്തെ എന്താണ്? ഡെഡ് സോണിൻ്റെ സ്ലോപ്പ് എത്രയാണോ അതാണ് എന്തിന്? കെയുടെ വാല്യൂ. നെക്സ്റ്റ് ലിമിറ്റ് സൈക്കിൾ. അതായത് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് സൈക്കിൾ ഒരു സിസ്റ്റത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാൻ നോർമലി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയാൽ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് നോക്കി, ഇതൊരു അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ -1/kn ലോക്കസ് എന്ന് പറയുന്നത് ജി ഓഫ് ജി ഒമേഗ ലോക്കസിനുള്ളിലാണ്. അതായത് ജി ഓഫ് ജി ഒമേഗ ലോക്കസ് നമ്മൾ നിക്വിസ്റ്റ് പ്ലോട്ട് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? വരയ്ക്കും. -1/kn ലോക്കസ് ഏത് നോൺ ലീനിയാരിറ്റി ആണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വരയ്ക്കും. ഇപ്പം -1/kn ലോക്കസ് ജി ഓഫ് ജി ഒമേഗ ലോക്കസിനുള്ളിലാണെങ്കിൽ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ദാറ്റ് ഈസ് -1/kn locus is enclosed by g of j omega locus, the system is unstable. Second condition, if -1/kn locus is not enclosed by g of j omega locus. -1/kn locus എന്താണ്? g of j omega locusന് പുറത്താണെങ്കിൽ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ഈ രണ്ട് കേസിലും എന്തുണ്ടാവില്ല? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവത്തില്ല. ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിന് ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവത്തില്ല. ഒരു അൺസ്റ്റേബിൾ സിസ്റ്റത്തിനും കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ സിസ്റ്റത്തിലോ കംപ്ലീറ്റ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ സിസ്റ്റത്തിലോ എന്തുണ്ടാവില്ല? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവില്ല. ഇനി എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത്? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ ജി ഓഫ് ജി ഒമേഗ ലോക്കസും ഉണ്ട്. എന്തുകൊണ്ട്? -1/kn ലോക്കസും ഉണ്ട് അല്ലേ? ദിസ് ഇസ് ജി ഓഫ് ജി ഒമേഗ ലോക്കസ് ആൻഡ് ദിസ് ഇസ് -1/kn ലോക്കസ്. നോക്കിക്കേ, ജി ഓഫ് ജി ഒമേഗ ലോക്കസ് ട്രാവൽ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ്. അത് ഒമേഗ ഇൻക്രീസിങ് എന്ത് ചെയ്യുന്നത് ഇതാണ്. -1/kn ലോക്കസ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജി ഓഫ് ജി ഒമേഗ ലോക്കസും -1/kn ലോക്കസും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവും. ഇനി നോക്കാം, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ജി ഓഫ് ജി എമ്മയ്ക്ക് പുറത്താണ്. ഇത്രയും പോർഷൻ ജി ഓഫ് ജി എമ്മയ്ക്ക് ഉള്ളിലാണ്. അപ്പോൾ ഇത്രയും പോർഷൻ എന്താണ്? നോട്ട് എൻക്ലോസ്ഡും ഇത്രയും പോർഷൻ എന്താണ്? എൻക്ലോസ്ഡും ആണ് അല്ലേ? ആൻഡ് ഇറ്റ്സ് ട്രാവൽസ് ഫ്രം നോട്ട് എൻക്ലോസ്ഡ് ടു എൻക്ലോസ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഇത്രയും സ്റ്റേബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ നോട്ട് എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ നോട്ട് എൻക്ലോസ്ഡ് ആണെങ്കിൽ -1/kn ലോക്കസ് ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് ആണെങ്കിൽ എന്താണ്? സ്റ്റേബിൾ ആണ്. എൻക്ലോസ് ചെയ്ത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? സ്റ്റേബിളിൽ നിന്ന് അൺസ്റ്റേബിളിലോട്ടാണ്. അപ്പം ഈ ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും? അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. എന്തുകൊണ്ടാണ്? -1/kn locus travels from stable region to unstable region. Therefore, the limit cycle is unstable limit cycle. നോക്കിക്കേ ഇവിടെ. Here, this is the g of j omega locus അല്ലേ? ഇതാണ് എന്ത്? -1/kn locus. ഇവിടെ രണ്ടിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്തുണ്ടാവും? ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവും. ഇത്രയും പോർഷൻ എന്താണ്? സ്റ്റേബിൾ ആണ്. ഇത്രയും പോർഷൻ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇത്രയും പോർഷൻ എന്താണ്? സ്റ്റേബിൾ ആണ്. ഈ രണ്ട് പോയിന്റിലെ ലിമിറ്റ് സൈക്കിൾ എന്താണെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? നോക്കിക്കേ, it travels from this stable region to unstable region. Therefore, this limit cycle is unstable limit cycle. Here it travels from stable region to unstable region
അല്ലേ? ഇവിടെ ഇത്ര എന്താണ് സ്റ്റേബിളാണ്, ഇവിടെ എന്താണ് അൺസ്റ്റേബിളാണ്. സോ ഇറ്റ് ട്രാവൽസ് ഫ്രം സ്റ്റേബിൾ റീജിയൻ ടു അൺസ്റ്റേബിൾ റീജിയൻ. ദെയർഫോർ ദിസ് ലിമിറ്റ് സൈക്കിൾ ഈസ് ആൻ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ അല്ലേ? ഇത് അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണെങ്കിൽ അത് എന്ത് ലിമിറ്റ് സൈക്കിളാണ്? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളും. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സ്റ്റേബിൾ റീജിയനിൽ നിന്ന് അൺസ്റ്റേബിൾ റീജിയനിലോട്ടാണ്. അപ്പോൾ ഈ ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താ? അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഈ റീജിയൻ കറക്റ്റാണ്, ഇവിടെ ഉള്ളിലാണ് 1 - 1/k എന്ന് പറഞ്ഞാൽ ജി ഓഫ് ജെ ഒമേഗ ഉള്ളിലാണ്. അപ്പോൾ ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്ത് റീജിയനാണ്? -1/k ലോക്കസ് ഈസ് എൻക്ലോസ്ഡ് ബൈ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഇത് അൺസ്റ്റേബിളിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണ്? സ്റ്റേബിളിലോട്ടാണ്. സോ ദെയർഫോർ ദിസ് ലിമിറ്റ് സൈക്കിൾ ഈസ് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. അപ്പം പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും ടോപ്പിക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? നോക്കിയിട്ടുണ്ടാവണം. നിക്വിസ് പ്ലോട്ട് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, -1/k ലോക്കസ് റിലേയുടെയും ഡെഡ് സോണിൻ്റെയും സാച്ചുറേഷൻ്റെയും എങ്ങനെയാണെന്നുള്ളതും, ലിമിറ്റ് സൈക്കിളിൽ സ്റ്റേബിൾ എങ്ങനെയാണ്, അൺസ്റ്റേബിൾ എങ്ങനെയാണ്, എപ്പോഴാണ് ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത്, ആ ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ ഗോ ത്രൂ ദി ടോപ്പിക്സ്. താങ്ക് യു.